അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരൻ ചോദിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഖബറല്ലാതെ മറ്റു നബിമാരുടെ ഖബറുകളൊക്കെ എവിടെയാണ് എന്നത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ എന്നാണ്. സഹോദരൻ്റെ ചോദ്യത്തിൽ റസൂലുള്ളാഹിൻ്റെയും ഇബ്രാഹിം നബിൻ്റെയും മാറൂഫാണ് എന്ന് കൂടി പറയുന്നുണ്ട്. അതും യഥാർത്ഥത്തിൽ തിരുത്തേണ്ട ഭാഗമാണ്. കാരണം റസൂലുള്ളാഹിയുടെ മാത്രമാണ് ഭൂമിയുടെ മീതെ ഒരു ദൂതരുടെ, ഒരു നബിയുടെ ഖബറാണെന്ന് ഉറപ്പുള്ളതായ ഖബർ നമ്മുടെ മുമ്പിലുള്ളത്. ബാക്കി ഇബ്രാഹിം അലൈഹിസ്സലാം അടക്കമുള്ള എല്ലാ നബിമാരുടെയും ഖബറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ലോകത്തിന് അറിയിച്ചു തന്നിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ മുമ്പിലേക്ക് റസൂലുള്ളാഹിയിൽ നിന്നിട്ട് വിവരങ്ങൾ അറിയിച്ചു തരേണ്ടത് സഹാബാക്കളാണല്ലോ. റസൂലോ സഹാബാക്കളോ താബിയങ്ങളോ താബിയങ്ങളോ ആരും തന്നെ റസൂലുള്ളാഹിയുടെ ഖബറല്ലാതെ മറ്റേതെങ്കിലും ഒരു നബിയുടെ ഖബർ ഇന്ന സ്ഥലത്താണെന്ന് പറയുന്ന ഒരു റിപ്പോർട്ടും സഹിയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടില്ല. ഒരുപക്ഷെ ഉമ്മത്ത് മുഹമ്മദിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അതിലൂടെ അനുഗ്രഹിച്ചതായിരിക്കാം. കാരണം ഉമ്മത്ത് മുഹമ്മദിൻ്റെ ഇടയിൽ ഖബർ പൂജ കേന്ദ്രങ്ങളും അപ്രകാരം തന്നെ ഷിർക്കും വ്യാപകമാകാതിരിക്കാൻ വേണ്ടിയുള്ളതായ അള്ളാഹുവിൻ്റെ ഇലാഹി പ്ലാനിങ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെയായിരിക്കാം റസൂലുള്ളാഹിയുടെ ഖബറല്ലാതെ വേറെ ഒരു നബിമാരുടെ ഖബറും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താതെ തന്നെ അള്ളാഹു വെച്ചത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അറബ് രാഷ്ട്രത്തിലൊക്കെ കറങ്ങിയ ആളാണ്. ഇറാഖിലും സിറിയയിലും അതുപോലെയുള്ള ഈജിപ്തിലും പോലത്തതായ സൗദി അറേബ്യയുടെ പുറത്തുള്ളതായ അറബ് രാഷ്ട്രത്തിലൊക്കെ ചെന്നിരുന്നു. അവിടെയെല്ലാം വാസ്തവത്തിൽ നബിമാരുടെ കേന്ദ്രങ്ങൾ, നബിമാരുടെ ഖബറുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം ഖബറുകൾ അവിടെയുണ്ട്. ആ ഖബറുകളെ കുറിച്ചൊന്നും നമ്മുടെ ഇമാമുകൾ ചർച്ച ചെയ്തിട്ടില്ല. സഹാബാക്കളോ താബിഈങ്ങളോ മദ്ഹബിൻ്റെ ഇമാമിങ്ങളോ അവരൊന്നും ചർച്ച ചെയ്തിട്ടില്ല. അവരുടെ കാലങ്ങളൊക്കെ ഈ നാട്ടിൽ കൂടി വിട്ട് കടന്നതാണല്ലോ. ഈ നാട്ടിലുള്ളതായ ഇപ്പോൾ കാണുന്നതായ നബിമാരുടെ പേരിൽ അറിയപ്പെടുന്നതായ ഖബറുള്ളതായ നാടുകളെല്ലാം സഹാബാക്കൾ വിട്ട് കടന്ന നാടാണ്, താബിഈങ്ങൾ വിട്ട് കടന്ന നാടാണ്, നമ്മുടെ ഇമാമുകളെല്ലാം അറിയുന്ന നാടാണ്. എന്നിട്ട് ആരും തന്നെ അവകളെ സ്ഥിരീകരിക്കുകയോ അവകളെ സ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ല. അത് ഞാൻ പറഞ്ഞത് മാതിരി അള്ളാഹു നമ്മെ അപകടത്തിൽ നിന്നിട്ട് മോചിപ്പിക്കാനും രക്ഷപ്പെടുത്താനും നബിമാരുടെ ഖബർ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് അറിഞ്ഞാൽ, ഇന്ന സ്ഥലത്തുള്ളത് ഇന്ന നബിയുടെ ഖബറാണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ അവിടെ അതൊരു പൂജാ കേന്ദ്രമായി മാറുകയും അവിടെ ധാരാളം ശിർക്ക് വ്യാപകമാവുകയും ചെയ്യുമെന്നത് കാരണത്താൽ അങ്ങനെയുള്ള അപകടത്തിൽ നിന്നിട്ട് മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകൾ അള്ളാഹു മോചിപ്പിച്ചതായിരിക്കാം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഖബറിനെ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയുന്നതായ ഖബറാക്കി ബാക്കി നിലനിർത്തിയത്. അത് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം കാണുന്നത് പോലെ മസ്ജിദുൻ നബവിയുടെ പരിസരത്തിൽ 2-3 മതിൽ കെട്ടിൻ്റെ അകത്ത് ഭദ്രമായി സൂക്ഷിച്ചിട്ടാണ് നമ്മുടെ മുമ്പിൽ നാം ഇപ്പോൾ കാണുന്നത്. അതിപ്പോൾ ഇന്നും ഇന്നലെയും സംഭവിച്ചതല്ല. ഇവിടെ ഭരണം നടത്തിയതായ ഖാലഊനു സാലിഹിയുടെ കാലഘട്ടം, പല നേതാക്കളുടെ കാലഘട്ടം, ഹിജ്റ 6-ാം നൂറ്റാണ്ടിൻ്റെയും 7-ാം നൂറ്റാണ്ടിൻ്റെയും മധ്യത്തിൽ ഏകദേശം സംഭവിച്ചതായ സംഭവങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നതായ സ്ഥലത്തിൻ്റെ പരിസരത്തിൽ വൻമതിലുണ്ടാക്കപ്പെടുക, അതിൻ്റെ മീതെ പിന്നെ നാം ഇപ്പോൾ കാണുന്ന രൂപത്തിലുള്ളതായ ഭദ്രതയോടുകൂടിയുള്ളതായ കെട്ടിടത്തിൻ്റെ അകത്താക്കി മാറ്റുക. ഇതൊക്കെ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്നിട്ടും ജനങ്ങൾ കാട്ടുന്ന അനാചാരത്തിൽ നിന്നിട്ടും തോന്നിവാസത്തിൽ നിന്നിട്ടും ബിദ്അത്തിൽ നിന്നിട്ടും റസൂലുള്ളാഹിയുടെ ഖബറിനെ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹു ചെയ്തതായ ഒരു കോലമായിരിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നല്ലാതെ നബിമാരുടെ ഖബറൊക്കെ എവിടെയാണ് എന്നത് നമുക്ക് ആർക്കും അറിയുകയില്ല. റസൂലുള്ളാഹി പറഞ്ഞു തന്നിട്ടില്ല, സഹാബാക്കൾ പറഞ്ഞു തന്നിട്ടില്ല, താബിഈങ്ങളോ പറഞ്ഞു തന്നിട്ടില്ല. സ്ഥിരീകരിക്കപ്പെട്ടതായ ഒരു റിപ്പോർട്ട് നമ്മുടെ മുമ്പിലില്ല. എല്ലാം ഊഹാപോഹങ്ങളാണ്. ഏകദേശം ആവാതിരിക്കാം. അല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.